Hi all friends, welcome to MTM Political Talk. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കിയാൽ KSRTCയിൽ വളരെ വമ്പിച്ച നഷ്ടം ഉണ്ടാകും എന്ന ഒരു കുപ്രചരണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വളരെ ദീർഘദൃഷ്ടിയോടെ നോക്കുകയാണെങ്കിൽ KSRTCയെ സംബന്ധിച്ചിടത്തോളം ടിക്കറ്റ് നിരക്ക് വർധന, ടിക്കറ്റിൽ നേരിട്ട് കിട്ടുന്ന പൈസയിൽ കുറവുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ യാത്രക്കാരുടെ എണ്ണം കൂടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ KSRTC മലബാറിലൊന്നും ലോങ് റൂട്ടിൽ മാത്രമാണ് കൂടുതലുള്ളത്. ലോക്കൽ റൂട്ടുകളിൽ വളരെ കുറവാണ്. തൃശ്ശൂർ മുതൽ അങ്ങോട്ട് വടക്കോട്ട് KSRTCയുടെ എണ്ണം വളരെ കുറവാണ്. ലോങ് റൂട്ടിൽ മാത്രമാണ് KSRTC ഉള്ളത്. അത് മറ്റുള്ള ഡിപ്പോകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതുവഴി കടന്നു പോകുന്നു എന്നതൊഴിച്ചാൽ മലബാറിൽ ലോക്കൽ ഏരിയകളിൽ KSRTC വളരെ കുറവാണ്. കോഴിക്കോട് ടൗണിൽ കുറച്ചുണ്ട്, വയനാട് ഭാഗത്ത് കുറച്ചുണ്ട് എന്നതൊഴിച്ചാൽ പിന്നെ KSRTC വളരെ കുറവാണ്. എങ്ങനെയാണ് ഗവൺമെന്റ് ഇതിന്റെ നഷ്ടം നികത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി ഒരു മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12,000 രൂപയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി സ്ത്രീകൾക്ക് ഷോപ്പുകളിൽ, കുറച്ച് എക്സ്പീരിയൻസ് ആയ സ്ത്രീകൾക്ക് ഷോപ്പുകളിൽ ലഭിക്കുന്ന ശമ്പളം. 12,000 രൂപയാണ് സാധാരണ ഷോപ്പുകൾ എന്ന് വേണ്ട ചെറുകിട സ്ഥാപനങ്ങളിലൊക്കെ എവറേജ് കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീകൾക്ക് 12,000 രൂപയാണ് ലഭിക്കുന്നത്. ഈ 12,000 രൂപയിൽ ഒരു സാങ്കല്പികമായ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു 1,500 രൂപ ബസ്സിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഒരു ദിവസം 50 രൂപ, 25 അങ്ങോട്ട് 25 ഇങ്ങോട്ട്, ഒരു 50 രൂപ ബസ്സിന് വേണ്ടി ഈ 12,000-ൽ നിന്ന് ഇവർ മാറ്റിവെക്കേണ്ടതുണ്ടാവും. അപ്പോൾ ബാക്കി 10,500 അവരെ കയ്യിൽ കിട്ടുക. അപ്പൊ ഈ 1,500 രൂപ ഇവർ മാറ്റിവെക്കുമ്പോൾ, കാരണം ഇവരത് വലിയ നിക്ഷേപം നടത്തുവാനോ ഇതൊന്നും അല്ല, കാരണം ഈ 1,500 രൂപ അവർക്ക് ഒരു സമ്പാദ്യമായി ലഭിക്കും. ആ 1,500 രൂപ അവർ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും. ആ ചിലവഴിക്കുന്ന തുക മാർക്കറ്റിലേക്ക് എത്തും. അങ്ങനെ വിപണി ഉണരും. ഇത് തന്നെയാണ് ഇതുകൊണ്ട് വിപണിക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്നതിൽ യാതൊരു തർക്കവുമില്ല. സാധാരണഗതിയിൽ ഈ 1,500 രൂപ അവർ കുറി ചേരുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്ത് അതൊരു നിക്ഷേപമായി മാറ്റി അത് മാർക്കറ്റിലേക്ക് ഒരു വൻ സംഖ്യയായി അല്ലെങ്കിൽ ഒരു 20,000 15,000 ഒക്കെ ആയി അത് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുമ്പോൾ അത് മാർക്കറ്റിലേക്ക് എത്തുകയാണ്. ഇതുമൂലം മാർക്കറ്റിന് ഉണർവുണ്ടാവുകയാണ്. കാരണം ഇത് കർണാടകയിലും മറ്റുള്ള തെലങ്കാനയിലും തമിഴ്നാട്ടിലും ഒക്കെ ഇത് നടപ്പാക്കിയിട്ട് വിജയിച്ച് ഒരു പരാജയങ്ങളൊന്നും അവിടെ പറയത്തക്കതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവിടുത്തെ RTCകളൊന്നും അടച്ചു പൂട്ടിയിട്ടോ ഒന്നുമില്ല. അപ്പൊ ഇതുകൊണ്ട് ഇത് RTC ഇതൊക്കെ അടച്ചു പൂട്ടേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു പ്രചരണം, ചില ബുദ്ധികളൊക്കെ നടത്തുന്നത് അതൊരു തെറ്റിദ്ധാരണാജനകം മാത്രമാണ്. KSRTCക്ക് ഇതുകൊണ്ട് നേരിട്ട് ടിക്കറ്റ് വരുമാനത്തിൽ കുറവുണ്ടാകുമെങ്കിലും മറ്റുള്ള ഘടകങ്ങളെ അപേക്ഷിച്ച് ഇത് മാർക്കറ്റിന് ഉണർവേകുന്ന ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രകടന പത്രികയിൽ വളരെ വിശദമായി പറഞ്ഞതും അത് നടപ്പാക്കാൻ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങുന്നതും ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിന് വേണ്ട തീരുമാനങ്ങൾ എടുത്തതും ജൂൺ 15 മുതൽ അത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതും ഒക്കെ ഇത് വളരെ ദീർഘവീക്ഷണത്തോടെ ഇതിനെ കാണുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ KSRTC ഇതോടെ അടച്ചുപൂട്ടും എന്ന ഒക്കെയുള്ള ഈ കുപ്രചരണം, അത് കുപ്രചരണം മാത്രമാണ്. KSRTCക്ക് നേരിട്ട് ടിക്കറ്റ് വരുമാനത്തിൽ ചെറിയ കുറവുണ്ടാകുമെങ്കിലും മറ്റുള്ള ഘടകങ്ങളെ അപേക്ഷിച്ച് കേരള വിപണിക്ക് ഉണർവുണ്ടാകും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇപ്പൊ നമ്മള് ഹെൽത്ത് മേഖലയിലൊക്കെ പണം ചെലവഴിക്കുന്നത് അതിന്റെ ഇൻകം നോക്കിയിട്ടല്ലല്ലോ, അതിന്റെ വരുമാനം നോക്കിയിട്ടല്ലല്ലോ. സ്കൂൾ മേഖല, വിദ്യാഭ്യാസ മേഖലയിൽ പണം ചെലവഴിക്കുന്നത് അതിൽ തിരിച്ചു വരുമാനം നോക്കിയിട്ടല്ല. അതേപോലത്തെ ഒരു
പ്രവർത്തനമാണ് ഈ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക എന്നത്. തീർച്ചയായും അതൊരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു തീരുമാനമാണ്. അത് എങ്ങനെയെങ്കിലും നടപ്പായി കിട്ടട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. തീർച്ചയായും KSRTCക്ക് അതുകൊണ്ട് പറയത്തക്ക കോട്ടങ്ങളൊന്നും ഉണ്ടാകില്ല. മാർക്കറ്റ് വിപണി അതുകൊണ്ട് ഉണരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.